ഇന്നപ്പോൾ 2 ഓർഡേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു വൈറ്റ് ഫോറസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കും. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത്. ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി കേക്ക് ദേ ഇവിടെ ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 കേക്കിനും പ്രത്യേകിച്ച് ഡിസൈനും മോഡലൊന്നും കസ്റ്റമർ തന്നിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ. കേക്കിൻ്റെ തിരക്കുണ്ടായി, അതല്ലാതെ വേറെ കുറച്ച് തിരക്കുകളുണ്ടായി. അപ്പോൾ അത് കാരണം ഇതുപോലെ സിമ്പിളായിട്ടുള്ള കേക്ക് ഡിസൈൻ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ റോസറ്റ നോസിൽ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഫ്ലവർ ആവുമ്പോൾ ലീഫില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലോ എന്ന് കരുതി കുറച്ച് ക്രീം എടുത്തിട്ട് കുറച്ച് ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ നോസിലൊന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ ലീഫൊക്കെ വരച്ച് കൊടുത്തിട്ടോ. അപ്പോൾ എന്തായാലും കേക്കൊന്ന് സെറ്റായിട്ടുണ്ട്. ഇത് പേരും കൂടെ എഴുതി കഴിഞ്ഞു. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. ഇനി നമുക്കുള്ളത് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്കിനും ഇതുപോലെ ഡ്രിപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് മേലിൽ നമ്മുടെ ആ സെയിം നോസിൽ വെച്ച് തന്നെ ഫ്ലവേഴ്സ് വരച്ചിട്ടോ. കേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ടൈമിലൊക്കെ ഇതുപോലെ ഗനാഷ് ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഏതോ വഴിക്കൊക്കെ ഒഴുകി പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എല്ലാം റെഡിയായി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റാ.